ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ ലോസ് ആൻഡ് പ്ലാന്റ് റിട്ടേണിനെ കുറിച്ചാണ്. അതായത് കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിലെ അടുത്തൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതായത് കംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടും അതുപോലെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട്സും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ, ഇനി അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് മെറ്റീരിയൽ ആൻഡ് പ്ലാന്റ് റിട്ടേൺഡ്, മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാന്റ് റിട്ടേൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. Material or losses issued to a contract are returned from the site. Contract account is credited with the amount of material or stores returned. അതായത് മെറ്റീരിയൽ നമ്മൾ ഇഷ്യൂ ചെയ്ത മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാന്റ് നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ, സൈറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ when material or stores issued to a contract are returned from the site. നമുക്കിപ്പോൾ സ്റ്റോഴ്സ്, അതായത് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്താൽ നമുക്ക് റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, സൈറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. നമ്മളെന്ത് ചെയ്യണം? ആ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മെറ്റീരിയൽ റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ, സൈറ്റിൽ നിന്നും റിട്ടേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എമൗണ്ട് പിന്നെ ദെൻ ഇഫ് പ്ലാന്റ് ഈസ് റിട്ടേൺ ടു സ്റ്റോഴ്സ്. ഇനി പ്ലാന്റ് ആണ് നമുക്ക് റിട്ടേൺ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, സ്റ്റോറിലേക്ക്, സൈറ്റിൽ നിന്നും സ്റ്റോറിലേക്ക് പ്ലാന്റ് ആണ് റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. പക്ഷെ എന്തുകൾ കാണിക്കണം? വിത്ത് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. എന്താ കാണിക്കേണ്ടത്? അതിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് പ്ലാന്റ് ഈസ് റിട്ടേൺ ടു സ്റ്റോഴ്സ്, പ്ലാന്റാണ് സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? കോസ്റ്റിൽ നിന്നും, അതായത് പ്ലാന്റിൻ്റെ കോസ്റ്റിൽ നിന്നും അതിൻ്റെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത എമൗണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേൺ ആഫ്റ്റർ യൂസിങ് ഫോർ ദി കോൺട്രാക്ട്. എന്താണ്? പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും വന്നിട്ടുണ്ടാവുക, റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. സോ അങ്ങനത്തെ കേസിൽ അത് ഡിപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷനും കൂടെ എന്ത് ചെയ്യണം? അവിടെ മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കേണ്ടത്. ഓക്കെ, ഇതാണ് മെറ്റീരിയലും പ്ലാന്റും റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. രണ്ടും ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്ലാന്റ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ക്രെഡിറ്റ് ചെയ്യണം, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷേ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അത്രേ നോക്കാനുള്ളൂ. ഇനി അടുത്ത് പറയാനുള്ളത് ലോസ് ഓഫ് മെറ്റീരിയൽ ഓർ പ്ലാന്റ്. ഇനി പ്ലാന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അവിടെ ലോസ് ഓഫ് പ്ലാന്റ്, മെറ്റീരിയൽ ഓർ പ്ലാന്റ്. വെൻ പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽ ചാർജ് ടു കോൺട്രാക്ട് ആർ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ് ഫ്രം ദ സൈറ്റ്. അതായത് നമ്മൾ സൈറ്റിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്ലാന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും നശിച്ചു പോവുക അല്ലെങ്കിൽ ലോസ്റ്റ് ആവുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതെന്ന് പറയാൻ പോകുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ വേർഡ്സ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എങ്ങനെ എന്താ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് പറയേണ്ടത്? അത് ലോസ് ആണെന്നുണ്ടെങ്കിൽ, ലോസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലാൻ എന്തെങ്കിലും ലോസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? വിത്ത് ദ വേർഡ്സ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ കാണിക്കേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് മെറ്റീരിയൽ ലോസ് ഓർ പ്ലാന്റ് ഓർ മെറ്റീരിയൽ ലോസ് ആയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്ന ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. Builders, a construction firm, undertook a contract. The following was the expenditure on a contract for rupees 6 lakh. താഴെ കുറച്ച് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ കോൺട്രാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം, എക്സ്പെൻഡിച്ചർ നോക്കാം. മെറ്റീരിയൽ ഇഷ്യൂഡ് ടു കോൺട്രാക്റ്റ് 1,02,000. ദെൻ പ്ലാന്റ് ഇഷ്യൂഡ് ഫോർ കോൺട്രാക്റ്റ് 30,000. Wages 1,62,000. Then the last other expenses
10,000. Then cash received on account of contract up to 31st March 2021 amounted to rupees 2,56,000 being 80% of the work certified. എന്താ പറഞ്ഞിട്ടുള്ളത്, അവിടെ 2,56,000 ആണ് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളത്. 80% ഓഫ് ദി വർക്ക് സർട്ടിഫൈഡ്, അതിൽ 80% എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. 2,56,000 നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, 80% എന്ത് ചെയ്തിട്ടുള്ളൂ അവിടെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ ഓഫ് ദി പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽ ചാർജ് ടു ദി കോൺട്രാക്ട് പ്ലാൻ കോസ്റ്റിംഗ് റുപ്പീസ് 3,000 ആൻഡ് മെറ്റീരിയൽ കോസ്റ്റിംഗ് റുപ്പീസ് 4,000 വേർ ലോസ്റ്റ്. എന്താണ് അവിടെ ലോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്ലാന്റിൻ്റെ എമൗണ്ട്, പ്ലാൻ കോസ്റ്റിംഗ് 3,000 അതുപോലെ മെറ്റീരിയൽ കോസ്റ്റിംഗ് 4,000 എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ലോസ്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഓൺ 31st December 2021 പ്ലാന്റ് വിച്ച് കോസ്റ്റ് റുപ്പീസ് 2,000 വാസ് റിട്ടേൺ ടു ദ സ്റ്റോഴ്സ്. ദ കോസ്റ്റ് ഓഫ് work done but not certified was rupees 3,000 and material costing rupees 2,500 were in hand on the site. എന്താണ് പറഞ്ഞിട്ടുള്ളത്, 31st December 2021 പ്ലാന്റ് കോസ്റ്റ് റുപ്പീസ് 2,000 വാർ റിട്ടേൺ ടു സ്റ്റോർ. എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് ഒരു 2,000 റുപ്പീസിൻ്റെ പ്ലാന്റ് സ്റ്റോഴ്സിലേക്ക് തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് നോട്ട് സർട്ടിഫൈഡ് വാസ് 3,000. ഓക്കെ, അതായത് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ സർട്ടിഫൈ ചെയ്യാത്തതായിട്ട് 3,000 റുപ്പീസ് 3,000 കാണിക്കുന്നുണ്ട്. ദെൻ മെറ്റീരിയൽ കോസ്റ്റിംഗ് 2,500 വേർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. പിന്നെ മെറ്റീരിയൽ ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 2,500 പറഞ്ഞിട്ടുണ്ട്. ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് പ്രൊവൈഡ് 10% ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്. പിന്നെ പ്ലാന്റിന് ഒരു 10% ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ആൻഡ് റിസർവ് 1/3 ഓഫ് പ്രോഫിറ്റ് റിസീവ്ഡ് ആൻഡ് പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫ്രം ദി എബവ് പെർട്ടിക്കുലേഴ്സ്. ഒരു 1/3 പ്രോഫിറ്റ് റിസർവ് എന്നും പറയുന്നുണ്ട്. പിന്നെന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഏകദേശം 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക, അതിൽ ഹെഡിങ് കൊടുക്കുക, കോൺട്രാക്റ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. ഇനി നമ്മൾ ഇതിൽ ആ ഒരു സ്പെസിമെനിൽ പഠിച്ചതേപോലെ അതിൽ വരുന്ന എക്സ്പെൻഡിച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ടു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്, 1,02,000 ആണ്, അത് കാണിച്ചു. ദെൻ പ്ലാന്റ് 30,000, വേജസ് 1,62,000, ദെൻ അതർ എക്സ്പെൻസസ് പറഞ്ഞിട്ട് 10,000, ആ എമൗണ്ട് മുഴുവൻ കാണിച്ചു. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ഈ എമൗണ്ട് മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് കാണിക്കുന്ന എന്തിൻ്റെ എമൗണ്ടാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അതിൽ 2 എമൗണ്ട് കാണിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ടും അതുപോലെ വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ എമൗണ്ടും കാണിക്കണം അല്ലേ. ഇപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത് എത്രയാണ്, 2,56,000 ആണ്. അതിൽ 80% ആണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ക്യാഷ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഒരു 2,56,000 പറഞ്ഞിട്ടുണ്ട്. അതിൽ വർക്ക് സർട്ടിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 80% ആണ് വർക്ക് സർട്ടിഫൈഡ്. സോ നമ്മൾ എന്ത് ചെയ്യണം, 2,56,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് കിട്ടി. എത്രയാണ്, 3,20,000 കിട്ടി. ഓക്കെ, ഇനി വർക്ക് അൺസർട്ടിഫൈഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു 3,000 നമുക്ക് ക്വസ്റ്റ്യനിൽ വർക്ക് സർട്ടിഫൈഡ് എടുത്താൽ വർക്ക് ഡൺ ബട്ട് നോട്ട് സർട്ടിഫൈഡ് വാസ് 3,000 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതെന്താണ്, വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടി. ദെൻ ഇനി അടുത്ത് പറയുന്നത് എന്താണ്, പ്ലാൻ ലോസ്റ്റ് ആണ് അല്ലേ. പ്ലാൻ ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, പ്ലാന്റ് കോസ്റ്റിംഗ് 3,000, അതുപോലെ മെറ്റീരിയൽ കോസ്റ്റിംഗ് 4,000 വേർ ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ ലോസ്റ്റ് ആയിട്ടുള്ളത് കാണിക്കണം. നമ്മൾ പറഞ്ഞത് അവിടെ തിയറി പോർഷനിൽ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ പ്ലാൻ ലോസ്റ്റ് മെറ്റീരിയൽ ലോസ്റ്റും കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കാണിക്കുക. അതിൻ്റെ അണ്ടറിൽ പ്ലാൻ ലോസ്റ്റ് 3,000, മെറ്റീരിയൽ ലോസ്റ്റ് 4,000 കാണിച്ചു. ഓക്കെ, ഇനി അത് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, 7,000 ആണ് എന്ത് നമുക്ക് വന്നിട്ടുള്ള 2 ലോസ്, അതായത് പ്ലാൻ ലോസിൻ്റെയും മെറ്റീരിയൽ ലോസിൻ്റെയും ടോട്ടലായിട്ട് വരുന്നത്. ദെൻ പിന്നെ പറയുന്നത് അടുത്തതായിട്ട് വരുന്നത് പ്ലാൻ റിട്ടേൺഡ് പറയുന്നുണ്ട് അല്ലേ. ഒരു 2,000 പ്ലാൻ റിട്ടേൺ ആയിട്ട്
പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാൻ റിട്ടേൺ ആണെങ്കിൽ മെറ്റീരിയൽ റിട്ടേൺ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മെറ്റീരിയൽ റിട്ടേണിൻ്റെ എമൗണ്ട് ഡയറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി. പക്ഷേ പ്ലാൻ റിട്ടേൺ ആകുമ്പോൾ പ്ലാൻ റിട്ടേണിൻ്റെ എമൗണ്ട് നിന്ന് എന്ത് ചെയ്യണം, അതിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്ലാൻ റിട്ടേൺ പറഞ്ഞിട്ട് എമൗണ്ട് എത്ര പറയുന്നത് 2000 എന്താ കോസ്റ്റ്, പ്ലാൻ വിച്ച് കോസ്റ്റ് 2000 വാസ് റിട്ടേൺ ടു സ്റ്റോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാൻ റിട്ടേൺ 2000 കാണിച്ചു, അതിന് എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഇവിടെ പ്ലാനിൻ്റെ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് അല്ലേ, 10% ഡിപ്രീസിയേഷൻ ഓൺ പ്ലാൻഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. ഇപ്പോൾ 2000 10% കാണുമ്പോൾ 200 ആണ്. അപ്പോൾ 2000 മൈനസ് 200 ചെയ്യുമ്പോൾ 1800 ആണ് എന്ത് കിട്ടിയത്, പ്ലാൻ റിട്ടേണിൻ്റെ എമൗണ്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് മെറ്റീരിയൽ ഇൻ ഹാൻഡ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ പിന്നുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു 2500 കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതാ മെറ്റീരിയൽ കോസ്റ്റിംഗ് 2500 വേർ ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, അത് കാണിച്ചു. പിന്നെ പറയുന്നത് പ്ലാന്റ് അറ്റ് സൈറ്റ് ആണ്. ഓക്കെ, പ്ലാന്റ് അറ്റ് സൈറ്റിന് സൈറ്റിലുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്, അതൊന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് പ്ലാന്റ് ഇഷ്യൂ ചെയ്ത പ്ലാന്റ് വരുന്നുണ്ട്, അതുപോലെ പ്ലാന്റ് ലോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ പ്ലാന്റ് റിട്ടേൺഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൈനസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, പ്ലാന്റ് അറ്റ് സൈറ്റ് കാണണം. അതൊന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാന്റ് ഇഷ്യൂഡിൻ്റെ എമൗണ്ട് എത്രയാണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്ലാന്റ് ഇഷ്യൂഡ് ഓൺ കോൺട്രാക്റ്റ് വേണ്ടി 30,000 കാണിച്ചിട്ടുണ്ട്. 30,000 മൈനസ് അതിന് എന്ത് ചെയ്യണം, പ്ലാന്റ് ലോസ്റ്റ് ഉണ്ട് അല്ലേ, പ്ലാന്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതാ 3000 പറയുന്നുണ്ട് പ്ലാന്റ് ലോസ്റ്റ്. അപ്പോൾ ആ 3000 മൈനസ് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, പ്ലാന്റ് റിട്ടേൺഡ് വന്നിട്ടുണ്ട്. എത്രയാണ് വന്നിട്ടുള്ളത്, പ്ലാന്റ് റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 2000 വന്നിട്ടുണ്ട്. പ്ലാന്റ് റിട്ടേൺ 2000 ഉണ്ട്. അപ്പോൾ ആ 2000 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ 30,000 മൈനസ് 3000 മൈനസ് 2000 ആണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, 25,000 കിട്ടുന്നത്. ഓക്കെ, അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ 25,000 10% ഡിപ്രീസിയേഷൻ കാണും. അപ്പോൾ 2500 കിട്ടും. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 25,000 നിന്ന് 2500 മൈനസ് ചെയ്യുമ്പോൾ 22,500 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ എടുക്കേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, അത് ആഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതൽ വരുന്നത് 3,56,800 കിട്ടി. ഇനി ഇതിൻ്റെ ബാലൻസിങ് ഫിഗറാണ് എന്ത്, നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. നോഷണൽ പ്രോഫിറ്റ് എത്ര കിട്ടി, 52,800 ആണ് നമുക്ക് നോഷണൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി ഈ 52,800 നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. എത്രയാണോ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ബാലൻസ് നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണതെന്ന് നോക്കാം. എങ്ങനെയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോഷണൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രോ ഡൗൺ ചെയ്യണം അല്ലേ. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ബൈ നോഷണൽ പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 52,800 കാണിക്കണം. അപ്പം നമ്മളിവിടെ ബ്രോ ഡൗൺ ചെയ്തു, 52,800 കാണിച്ചു. ഇനി എന്ത് ചെയ്യണം, ഈ എമൗണ്ടിനെ ഈ നോഷണൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം എത്രയാണോ അതിൽ വരുന്ന ഏതിലാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നോക്കണം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ട് പ്രൈസും വർക്ക് സർട്ടിഫൈഡ് തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലേ. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ് വന്നിട്ടുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 6 lakh ആണ്. കണ്ടോ, കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് 6 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് പ്രൈസ് 6 lakh ആണ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 80% വർക്ക് സർട്ടിഫൈഡ് തന്നിട്ടുള്ളത്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ 3,20,000 ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്, വർക്ക് സർട്ടിഫൈഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 6,000നെയും അതുപോലെ ഈ 3,20,000 നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യാം. അപ്പം 6,000ൻ്റെ ഹാഫ് 1/2 എന്ന് പറയുമ്പോൾ എത്ര വരിക, 6 lakhന് 1/2 എന്ന് പറയുമ്പോൾ 3 lakh ആണ് വരിക. അപ്പോൾ ഇവിടെ വർക്ക് സർട്ടിഫൈഡ് 3 lakhനെക്കാട്ടും ഈ കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/2നെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ത്, വർക്ക് സർട്ടിഫൈഡ് അല്ലേ. കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 6 lakhൻ്റെ 1/2 എന്ന് പറയുമ്പോൾ എത്ര വരും, 3 lakh ആണ് വരിക. അപ്പോൾ ഈ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 3 lakhലേക്കാളും കൂടുതൽ വരുന്നുണ്ട്. 3,20,000 ആണ് എന്ത് വന്നിട്ടുള്ളത്, വർക്ക് സർട്ടിഫൈഡ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്, അത് കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം
നമ്മൾ കോൺട്രാക്ട് പ്രൈസിൻ്റെ 1/2 കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇത് വർക്ക് സർട്ടിഫൈഡ് വരുന്നുണ്ട് അല്ലേ. 3,20,000 ആണ് വർക്ക് സർട്ടിഫൈഡ്. അത് ഈ 6 ലാഖിൻ്റെ 1/2 കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ 2/3 എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ഇനി സൊല്യൂഷനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമുക്ക് വന്നിട്ടുള്ള നോഷണൽ പ്രോഫിറ്റിൻ്റെ 2/3 ഇൻറ്റു എന്ത് ചെയ്യണം, ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ചെയ്യണം അല്ലേ. സോ എന്ത് ചെയ്യണം, 52,800 ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ്ഡ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. ക്യാഷ് റിസീവ്ഡ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ 2,56,000 ആണ്. ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് 3,20,000 ആണ്. അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നല്ല, നമ്മുടെ വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ തിയറി പോർഷനിൽ ഇക്വേഷനായിട്ട് പഠിച്ചിട്ടുള്ളത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു 2/3 ഇൻറ്റു ക്യാഷ് റിസീവ് ഡിവൈഡ് ബൈ വർക്ക് സർട്ടിഫൈഡ് ആണ്. ആ ഒരു രീതിയിൽ ചെയ്താലും ഇത് കിട്ടും, ഈ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, 28,160 എന്നുള്ളത് കിട്ടി. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ വരുന്നത്, 52,800 വന്നു. അതിന് ബാലൻസിങ് ഫിഗർ രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്നത് എന്ത് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവായിട്ട് കീപ്പ് ചെയ്യണം. അതിൻ്റെ എമൗണ്ട് എത്ര വന്നിട്ടുള്ളത്, 24,640 ആണ് അല്ലേ. അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവായിട്ട് കീപ്പ് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്, നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യാം. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിലെന്ത് ചെയ്യുക, ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റിസർവ് ഇല്ലേ, നമ്മൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് റിസർവ് ആയിട്ട് വെച്ചിട്ടുള്ള കോൺട്രാക്റ്റ് അക്കൗണ്ടിലേക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ നമ്മുടെ കോൺട്രാക്റ്റ് ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ എമൗണ്ട് ഉണ്ട് അല്ലേ. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 3,23,000 എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് 3,23,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, ആ കോൺട്രാക്റ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,23,000 കാണിക്കുക. ഓക്കെ, ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് 3,23,000 കാണിച്ചു. അതിൽ റിസർവ് നമ്മൾ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള റിസർവ് 24,640 കാണിച്ചു. ഇനി അത് ആഡ് ചെയ്യുക. അതിൽ വരുന്ന ബാലൻസ് എന്ത് ചെയ്യുക, ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡ് മാത്രമാണ് വരുന്നത്. അസറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് 2,98,360, അതായത് നേരത്തെ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിൽ വന്ന എമൗണ്ട് 2,96,360 എന്ത് ചെയ്യുക, അതിൽ നിന്നും ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്യുക. എത്ര നമുക്ക് ക്യാഷ് റിസീവ്ഡ് 2,56,000 ആണ് അല്ലേ. അത് മൈനസ് ചെയ്യുമ്പോൾ 42,360 കിട്ടും. അതാണ് അതിൻ്റെ ടോട്ടലായിട്ട് വരുന്നത് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് കേസാണ്, കാര്യങ്ങളാണ്. മെറ്റീരിയൽ ഓർ പ്ലാന്റ് റിട്ടേൺ അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയൽ ഓർ പ്ലാന്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.